അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു എനർജി ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഈത്തപ്പഴം എടുക്കുന്നതെന്ന് വെച്ചാൽ 1-3 അല്ല 5 അല്ല 7. അപ്പോൾ 5 എടുത്തിരിക്കുന്നത്. 5 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം മഞ്ഞൾ എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണമാണ്. അപ്പോൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതാ നാരങ്ങ. പിന്നെ ഇതാണ് ഗറ എന്ന് വെച്ചാൽ പംകിൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇടുന്നത് കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ക്യാരറ്റ് ഇതാക്കി എടുത്താണ്, ഇങ്ങനെ ഉരച്ചെടുത്താണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഹനിയാണ്, കുറച്ച് പാല്. കറക്റ്റ് അളവ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരും, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉറുമ നമ്മളെ മറ്റേ ഇന്നലത്തെ ജ്യൂസ് മെഷീൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് അടിച്ചെടുത്താണ്, അതടിച്ചെടുത്തു. അപ്പം ഇത് സിഗരറ്റ് വലിക്കുന്നവർക്ക് പച്ച തിന്നുന്നത് നല്ലതാണ്. പച്ച കഴിച്ചാൽ സിഗരറ്റ് വലിക്കുന്ന ആ ഇതൊക്കെ ഇങ്ങോട്ട് പോരും. ഇതെന്ന് മറ്റേ സാധനം ഉണ്ടല്ലോ, അതന്നെ ആ കഫം. പിന്നെ ഇവിടെ തേനാണ്, പഞ്ചാര ഇട്ടത്, പഞ്ചാര വിഷമാണ്. അപ്പം ആവശ്യത്തിന് തേൻ ഒഴിക്കുക. ഓക്കെ, കുറച്ചുകൂടി പാലൊഴിക്കാം. നിങ്ങൾ സുമാരങ്ങോട്ടായി സംഗതി നല്ലുള്ളൂ. ആ പഠിച്ചു. ഇതാ ഇത് ജ്യൂസ് മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പം ഇത് നമ്മൾ മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അടിച്ചെടുക്കാം. അപ്പം അടിച്ചെടുത്തു. ഇത് നല്ല എനർജി ജ്യൂസാണ്. കാരണം വെച്ചാൽ ഇതിൽ ഷിയാ സീഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഷിയാ സീഡ് എന്ന് പറഞ്ഞാൽ ഷിയാ സീഡ് എല്ലാ ദിവസവും ഓരോ ടേബിൾ സ്പൂണ് വെള്ളത്തിലിട്ട് കുടിക്കുന്നതാണെങ്കിൽ പിന്നെ എന്താവെന്ന് പറഞ്ഞാൽ മറ്റേ ഇതൊരു മുട്ടുവേന, കാലുവേന, കൈവേന ഒന്നും ഉണ്ടാവില്ല. അത് എൻ്റെ നിങ്ങൾ കാണുന്നു വേണ്ട, യൂട്യൂബ് നമ്മളെ മുബ്ര ഉണ്ടായി ഡോക്ടർ. ഒരു ടീസ്പൂൺ ബദാമിൻ്റെ പൗഡറാണ്. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒഴിക്കണം. പിന്നെ എന്ത് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്യാം. മഞ്ഞളാണ്, പച്ചമഞ്ഞളാണ് ഇട്ടത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇരുന്നങ്ങ് കുടിക്കുവന്നെ, വേറൊന്നുമില്ല. എന്നാൽ ഒരു ഗുളികയും കുടിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ നിങ്ങൾക്ക് സംഗതി അങ്ങ് മനസ്സിലായ പോരെ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ചെറുപ്പക്കാരെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ പ്രായന്തോറും നല്ല ആരോഗ്യം ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഇന്ന് കുടിക്കാൻ പ്രശ്നം വേണ്ട, അതിന് അലമ്പ് വേണ്ട. എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ നമ്പറുണ്ട്, ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടോളി. ഇത് വേറെ സ്ഥലത്താണ് പിടിക്കുന്നത്. ഇവിടെ ദേശം ക്ലിയർ ഓർമ്മയുണ്ട്. ഓൾജി എന്നാ നോക്കട്ടെ, കഥ പറയുന്നുണ്ട്. കഥ പറഞ്ഞ് തെറ്റിപ്പോയിക്കും. തുടക്കത്തിൽ ഞാൻ ജനിച്ച സ്ഥലം പറയേണ്ടിയിരുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഞാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇപ്പം ഇതൊന്നും നേരില്ല, ഒരുപാട് പണിയുണ്ട്. ഇന്ന് പാർട്ടിയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഞായറാഴ്ച ഒരു പാർട്ടിയുണ്ട്. വെള്ളിയാഴ്ചത്തെ പാർട്ടി ചെറിയ പാർട്ടിയാണ്. ഇന്ന് പക്ഷെ കടുപ്പത്തിലാണ്. എന്നാൽ എന്നെ ഒരാൾ വിളിച്ചിരുന്നു ജപ്പാനിൽ നിന്ന്. അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നെ പറയാം.